أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും പുറത്തു തരണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ടവരെ പിൻപറ്റി ജീവിച്ചു മരിക്കാൻ ഇതിൽ മുതൽ കൂട്ടാക്കി തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ മഹ്ശറിൽ ശഫാഅത്ത് നിൽക്കാൻ അല്ലാഹു അധികാരം കൊടുത്തത് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയാണ് നമ്മോട് പറയുന്നത് രണ്ട് രീതിയിൽ അല്ലാഹു നമ്മെ പരീക്ഷിക്കുമെന്ന്. ഒന്ന് സ്നേഹം കൊണ്ടും ഒന്ന് ബലാഗ് കൊണ്ടും അല്ലാഹു പരീക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചക നബി മുത്തുളിമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യുബ്തലു റജുലു അലാ ഖദരി ഈമാനിഹി ഖുവാ. ഓരോ സത്യവിശ്വാസിക്കും അവന്റെ ഈമാനിന്റെ ശക്തി അനുസരിച്ചാണ് അല്ലാഹു പരീക്ഷിക്കുക എന്ന് ആദരവായ പ്രവാചകർ നബി മുത്തുളിമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരാൾക്ക് തീരെ ഈമാനില്ലാന്നിരിക്കട്ടെ, ഇനി ഒരാൾക്ക് തീരെ ഈമാനില്ല എങ്കിലും മറ്റൊരു നിലക്ക് അല്ലാഹു പരീക്ഷിക്കുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് ശക്തിയുള്ള ഈമാൻ ഉണ്ടെന്നിരിക്കട്ടെ, അല്ലാഹു അയാളെ കുറച്ചധികം പരീക്ഷിക്കുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ യവല്ലല ബലാഉ ബിൽ മുഅ്മിനീൻ ഫയംശി അലൽ അർളി വമാ അലൈഹി ഖതീആ. നമ്മുടെ നാടുകൾ രീതിയിൽ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. കേറി കിടക്കാൻ സ്വന്തമായിട്ട് വീടില്ലാതെ കടങ്ങളെ കൊണ്ട് നാട്ടിലും വീട്ടിലും പ്രതിമുട്ടിയവർ, പലവിധ രോഗങ്ങൾ കാണാൻ ബുദ്ധിമുട്ടുന്നവര്, മക്കളില്ലാത്തവര്, മക്കളുണ്ടായിട്ടും സമാധാനമില്ലാത്തവര്, ഭാര്യയുടെ ദുസ്വഭാവം, ഭർത്താവിന്റെ ദുസ്വഭാവം, അയൽവാസികളുടെ സ്വഭാവം ശരിയല്ലാത്തതിന്റെ പേരില് ചില ആളുകൾ വെറുതെ ഓരോ പ്രവൃത്തികൾ കാണിച്ചുകൊണ്ടിരിക്കും. കോഴിയെ കല്ലെറിയിക്കും, ചില കുട്ടികളെ കൊണ്ട് മാവിലെറിയിപ്പിക്കും, കുടിവെള്ളത്തിൽ വേണ്ടാത്തരം ചേർപ്പിക്കും, ആവശ്യമില്ലാതെ അടുക്കളയിൽ ചെന്ന് സർവ്വപാത്രവും തുറന്നു നോക്കും. എന്നിട്ട് മറ്റുള്ളവരോട് ആ രഹസ്യം പറഞ്ഞ് സ്വയം സന്തോഷിക്കും. ഇങ്ങനെ പൊറുതിമുട്ടുന്ന അയൽവാസികള്, കുടുംബങ്ങള് ഇങ്ങനെ പല പല പരീക്ഷണങ്ങള് അനുഭവിക്കുന്നവരാണ് മിക്കവരും. അത് കാരണമായി ആക്രമണങ്ങളും പീഡനങ്ങളും കൊലപാതകങ്ങളും ചിലർ മാനസികമായി തളരുമ്പോൾ മറ്റു ചിലർ മൗനമായി സഹിക്കും, ചിലർ പൊട്ടി ചിരിക്കും, ചിലർ പൊട്ടി കരയും, മറ്റു ചിലർ ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുകയാണെങ്കിൽ വമാ അലൈഹി ഖതീആ, അവന്റെ മേലിലെ യാതൊരു പാപത്തെയും അല്ലാഹു രേഖപ്പെടുത്തുകയില്ല എന്ന് ആദരവായ പ്രവാചക നബി മുത്തുളിമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നാം ഗൗരവമായി ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരീക്ഷണം നമ്മിലേക്ക് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് 15 കാര്യങ്ങള് എന്റെ ഉമ്മത്തിയുടെ ഇടയിലേക്ക് കടന്നു വന്നാൽ, അവർക്കിടയിലേക്ക് കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുത്തുളിമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ 15 കാര്യം? അതിൽ ഒന്നാമത്തേത്, പള്ളിയിലേക്കോ മറ്റു ദീനീ സ്ഥാപനങ്ങളിലേക്കോ ആരെങ്കിലും വല്ലതും ഏൽപ്പിച്ചാൽ അതിൽ നിന്നും ഒരു വിഹിതം കൈപ്പറ്റിയാൽ, അതായത് പൊതുമുതലിൽ നിന്നും വിഹിതം കൈപ്പറ്റിയാൽ അത് കാരണം അല്ലാഹുവിന്റെ ബലാഗ് കൊണ്ടുള്ള പരീക്ഷണം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ആദരവായ പ്രവാചകർ നബി മുത്തുളിമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കാര്യം വിശ്വാസവഞ്ചനയാണ്.
ഒരാൾ മറ്റൊരാളെ വിശ്വസിച്ച് വല്ലതും ഏൽപ്പിച്ചാൽ വിശ്വാസവഞ്ചന കാണിക്കുന്ന ആളുകൾ കടന്നു വന്നാൽ അവിടേക്കും അല്ലാഹുവിന്റെ പരീക്ഷണം കടന്നു വരുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സകാത്ത് കൊടുക്കാൻ അർഹതനായിരിക്കെ അർഹതപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കാത്ത ആളുകൾ നമുക്കിടയിലുണ്ടോ? അവര് കാരണമായി അല്ലാഹുവിന്റെ ബലാ കൊണ്ടുള്ള പരീക്ഷണം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ആദരവായ പ്രവാചകർ നബി മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി കെട്ടിടമുണ്ടാക്കി അതിൽ ദീനി പഠിക്കുക, അത് ദീനി പഠിക്കാതെ മറ്റെന്തെങ്കിലും ഉപയോഗിക്കുന്ന കാലം വന്നാൽ അത് കാരണമായി അല്ലാഹുവിന്റെ ബലാ കൊണ്ടുള്ള പരീക്ഷണം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ആദരവായ പ്രവാചകർ നബി മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ ഭാര്യയെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഭർത്താവും അത് കാരണമായി അല്ലാഹുവിന്റെ ബലാ കൊണ്ടുള്ള പരീക്ഷണം ഇറങ്ങുമെന്ന് ആദരവായ പ്രവാചകർ നബി മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വഴിപ്പെട്ടുകൊണ്ട് തന്റെ ഉപ്പയെയും ഉമ്മയെയും തെറി വിളിച്ചുകൊണ്ട് ആട്ടി ഓടിക്കുന്ന എത്രയോ ആളുകളുണ്ടല്ലോ. അങ്ങനത്തെ അവസ്ഥ നമ്മിൽ വന്നാൽ അവിടെയും അല്ലാഹുവിന്റെ ബലാ കൊണ്ടുള്ള പരീക്ഷണം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. അവരുമൊത്ത് നല്ല വർത്തമാനങ്ങളും സൗഹൃദങ്ങളും പങ്കുവെക്കുന്നു. എന്നാലും മാതാപിതാക്കളോട് അല്പം പോലും സ്നേഹം കാണിക്കാത്തവർ നിങ്ങളിലുണ്ടോ? അത് കാരണമായി അല്ലാഹുവിന്റെ ബലാ കൊണ്ടുള്ള പരീക്ഷണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് അഷ്റഫുൽ ഹൽഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഭവനങ്ങളില് ഒരുപാട് ശബ്ദ കോലാഹലങ്ങളുമായ ഒരു കൂട്ടം ആളുകൾ കടന്നു വരും. അങ്ങനത്തെ ആളുകൾ കടന്നു വന്നാൽ അവിടെയും അല്ലാഹുവിന്റെ ബലാഗ് കൊണ്ടുള്ള പരീക്ഷണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് ശക്തിയുള്ള ഈമാൻ ഉണ്ടെന്നിരിക്കട്ടെ, ഒരാളുടെ ആക്രമങ്ങള് അവരിൽ നിന്നുള്ള ഐഡിയും തൊഴിയും ഭയന്നുകൊണ്ട് അവരെ ബഹുമാനിക്കേണ്ട കാലം വന്നാൽ അവിടെയും അല്ലാഹുവിന്റെ ബലാ കൊണ്ടുള്ള പരീക്ഷണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികള് സ്റ്റേജിലെ പൊതുരംഗത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ അത് കാരണമായി അല്ലാഹുവിന്റെ ബലാ കൊണ്ടുള്ള പരീക്ഷണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമുദായത്തിന്റെ നേതൃത്വം നൽകുന്ന ആളുകളും സമുദായത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളും തെമ്മാടികളായിരിക്കുന്ന കാലം വന്നാൽ അവിടെയും അല്ലാഹുവിന്റെ ബലാ കൊണ്ടുള്ള പരീക്ഷണം ഇറങ്ങുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളു കൊടുക്കുന്ന കാലം വ്യഭിചാരം മറ്റ് അനാവശ്യങ്ങളും നമ്മുടെ ഇടയിലേക്ക് പെരുകി വന്നാൽ അവര് കാരണമായി അല്ലാഹുവിന്റെ ബലാ കൊണ്ടുള്ള പരീക്ഷണം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മുൻഗാമികളായ ആളുകളെ കൊണ്ടുവന്ന എല്ലാ സംസ്കാരങ്ങളും മുത്തുനബിയുടെ ജന്മദിനം പോലത്തെ കാര്യങ്ങള് എതിർത്തുകൊണ്ട് പുത്തൻവാദികൾ കടന്നു വന്നാൽ അവര് കാരണമായും അല്ലാഹുവിന്റെ ബലാ കൊണ്ടുള്ള പരീക്ഷണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കണേ ഭൂമി കുലുക്കങ്ങളെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക, ആകാശലോകങ്ങളിൽ നിന്നും കല്ലുമഴകളും നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക.
പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതു വിധത്തിലാണ് ഇത്തരത്തിലുള്ള 15 കാൽ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നാൽ അത് കാരണമായി മാലയിൽ നിന്നും മുത്തുകള് ഏതു വിധത്തിലാണോ തെറിച്ചു പോകുന്നത്, അതുപോലെ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങള് ഒന്നിനു പിറകെ ഒന്നൊന്നായി ഇറങ്ങുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അപകടങ്ങളിൽ നിന്നും നാം ഒഴിവാവണം എങ്കിൽ അതിനുള്ള മാർഗം അല്ലാഹു തന്നെ പറയുന്നു, ഇസ്തഗ്ഫിറൂ റബ്ബകും ഇന്നഹും കാന ഗഫാറാ. നിങ്ങൾ രക്ഷിതാവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യണേ, പടച്ചവനെ എനിക്ക് പുറത്തു തരണേ അല്ലാ, പടച്ചവനെ എനിക്ക് മാപ്പ് തരണേ അല്ലാ. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. ഒരാളിങ്ങനെ 70 വട്ടം ചൊല്ലിയാൽ ഓരോ 200 പാപങ്ങള് വീതം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന അതിനായ പ്രവാചകൻ നബി മുത്തലൈഹി വസല്ലം. കല്ലാ ഇദാ ദുക്കതിൽ അർളു ദക്കാൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫ്ഫൻ സഫ്ഫാ وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي. നിങ്ങൾ മനസ്സിലാക്കിയത് പോലെയല്ല കാര്യങ്ങള് ഭൂമിയെ പിളർത്തുന്ന ആ സമയം വരാറുണ്ട്. പോരാ ഭൂമിയെ പൊടിപൊടിയാകുകയും ഭൂമി പൊടിപൊടിയായി പൊടിക്കുകയും അല്ലാഹുവിന്റെ മലക്കുകൾ സഫായി നിൽക്കുകയും അന്ന് നരകം കൊണ്ട് വരപ്പെടുകയും ചെയ്താൽ അന്നേ ദിവസമാണ് അന്നേ ദിവസം അല്ലാഹു മനുഷ്യന് ഓർക്കും, അയ്യോ ഞാൻ എന്റെ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി സൽക്കർമ്മങ്ങളൊന്നും ചെയ്തില്ലല്ലോ അല്ലാ, അന്ന് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അന്ന് ഇപ്പൊ കരുതിയിട്ട് എന്താ കാര്യം? അന്ന് അല്ലാഹു ശിക്ഷിക്കുന്ന പ്രകാരം ഒരാളും ശിക്ഷിക്കുകയില്ല എന്ന് അത് വിശുദ്ധ ഖുർആൻ. മാനസം തേങ്ങുണ്ടു കോയിലും പിന്നെ സുജൂദിലും മന്നാനെ കണ്ണീരാണെന്റെ നിസ്കാരപ്പായയിലോ എണ്ണിയാൽ തീരാത്ത പാപം പേറി തളർന്നു ഞാൻ എല്ലാം അറിഞ്ഞപ്പോൾ മാപ്പിനായി രവേതും ഞാൻ. ഇങ്ങനെ 4 വരി പാട്ടുപാടിയാൽ എല്ലാമായി ആരും കരുതേണ്ട. നാം നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നില്ലേ? ഒരു ഒരു കുട്ടിയെ സ്നേഹിക്കുന്നത് പോലെ അല്ലാഹു നമ്മെ സ്നേഹിക്കുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹം നമ്മൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറായാൽ സ്വർഗം കണ്ടു മരിക്കാൻ നമുക്ക് സാധ്യമാകും. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മരണത്തിന്റെ വേദന എടുക്കുകയാണ്. എനിക്ക് മരിക്കാൻ സമയമായെന്ന് മനസ്സിലാക്കിയ അവിടുന്ന് തന്റെ പ്രിയതമയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അടുത്തേക്ക് വിളിക്കുകയാ, നിങ്ങൾ അടുത്തു വാ ഫാത്തിമ. എന്നിട്ട് അവിടുന്ന് പറയുകയാ, എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ, എന്നിൽ നിന്നും നിനക്ക് വല്ല പോരായ്മകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണം ഫാത്തിമ, എനിക്ക് പൊരുത്തം തരണേ ഫാത്തിമ. നിനക്കെന്നോട് വല്ലതും പറയാറുണ്ടോ ഫാത്തിമ? ഇല്ല എന്നാണെങ്കിൽ ആ വാതിൽ നടച്ച് പുറത്തേക്ക് നിൽക്കണം ഫാത്തിമ. ഇത് കേട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പറയുകയാ, ഇല്ല ഞാൻ പുറത്തു പോകൂല, ഇത് നിങ്ങളുടെ അവസാന നിമിഷമാ, അങ്ങയുടെ ചാരത്ത് ഞാനൊന്നിരുന്നോട്ടെ, ഈ അവസാന നിമിഷം ഞാൻ നിങ്ങളെ വിട്ട് പുറത്തു പോകൂല. ഫാത്തിമ ബീവി പൊട്ടി
അറിയുകയാ, എന്റെ എല്ലാമായ എന്നെ വിട്ട് പിരിയുകയാണോ? ഈ സമയം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാ, ഇന്നി അറാഹ ഖുലൈസു ബിഉനാസി വലാജാ. ഫാത്തിമ, മനുഷ്യനും ജിന്നുമല്ലാത്തൊരു കൂട്ടർ വരുന്നു ഫാത്തിമ, എന്റെ കൂട്ടുകാര് വരുന്നു ഫാത്തിമ, അതുകൊണ്ട് വെളിയിൽ പോകൂ ഫാത്തിമ. അവസാന മനസ്സോടെ ഫാത്തിമ പുറത്തേക്ക് ഇറങ്ങുകയാ. എന്നിട്ട് വാതിൽ പൈതിലൂടെ മഹദി പാളി നോക്കുകയാ. അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സലാം പറയുകയാ, അസ്സലാമു അലൈക യാ അസ്റായീൽ. ജനൽ പൈതലോടെ തന്റെ പ്രിയപ്പെട്ടവരെ ഒളിഞ്ഞു നോക്കി വിതുമ്പിക്കുന്ന പ്രിയതമയെ നോക്കി അവസാന വാക്കെന്നോണം ഖുർആനിൽ ആയത്ത് ഓതിയിട്ട് പറയുകയാ, ഫാത്തിമ, മുഅ്മിനീങ്ങൾക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുക ഫാത്തിമ, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അന്തിമ വിജയം അല്ലാഹുവിനെ സൂചിച്ച് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർക്കാണ്. അതാ ബഹുമാനപ്പെട്ടവർ മരണപ്പെടുകയാണ്. സ്വന്തം കൈകളെ കൊണ്ട് തുണിയെടുത്ത് മുഖം മറച്ചോ. ഉടനെ മഹദി വാതിൽ തുറന്ന് അടുത്തേക്ക് ചെന്ന് മുഖത്തിട്ട തുണി തുറന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരത്ഭുതം കാണുന്നത് പോലെ ആ മയ്യത്തിനെ സന്ദർശിച്ചവരൊക്കെ പറയുന്നു, എന്തൊരു സൗന്ദര്യമുള്ള മുഖമാണ്, എന്തൊരു സുഗന്ധമാണിവിടെ. നാം അല്ലാഹുവിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവർക്കാണ് നാളെ പരാജയം. അല്ലാഹു നമ്മുടെ ഒക്കെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ പ്രാവശ്യം ഉപ്പയെ കുറിച്ച് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഉപ്പയെ വല്ലാതെ സ്നേഹിച്ച ഒരു സഹാബിയുടെ ചരിത്രം ഇവിടെ പറയാതിരുന്നാൽ അത് അവരോട് കാണിക്കുന്ന ഒരു അദബ് കേടാണ്. സ്നേഹത്തിൻ കരളാണുപ്പാ, കരളിന്റെ കരളാണുപ്പാ, അലിവുള്ള മനസ്സാണുപ്പാ, ജീവന്റെ ജീവനുപ്പാ, പുന്നാര താലോളങ്ങൾ പാടിയുളക്കിയുപ്പാ, സ്നേഹത്തിൻ പൂന്തന്നലായി കുളിരേകി തന്നോരുപ്പാ. മാതാപിതാക്കള് വീട്ടിലെ ഭാരമായതിൽ വൃദ്ധസദനത്തിലേക്ക് മാതാപിതാക്കളെ കൊണ്ടുപോകുന്ന യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ പ്രിയ ഭൂമിനെ, ഉപ്പ എന്നത് സ്വർഗത്തിന്റെ ഒരു കവാടമാണെന്ന് ആദരവായ പ്രവാചകർ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നാം അദബുകേട് കാണിച്ചാൽ അല്ലാഹു അവന്റെ ബലാൽ കൊണ്ട് പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉപ്പയല്ലാതെ അങ്ങ് സ്നേഹിച്ചൊരു സ്വഹാബയെ മസ്ജിദ് നബവിയിൽ നോമ്പ് തുറക്കാനായി ഇരിക്കുകയായിരുന്നു. ഒരുപാട് ആളുകൾ നോമ്പ് തുറക്കാൻ ഒരുമിച്ച് കൂടിയ മസ്ജിദ് നബവിയിൽ ഒരുപാട് സ്വഹാബികള് ഒരുമിച്ച് കൂടി. അതിനിടയിൽ ഒരു സ്വഹാബി മാത്രം ഇരുന്ന് കരയുകയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരൊന്ന് വിവരം അന്വേഷിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അപ്പോൾ ആ സ്വഹാബി ഇങ്ങനെ പറയുന്നു, ഞാനിവിടെ നോമ്പ് തുറക്കാൻ വന്നതാണ്, പക്ഷെ എന്റെ പിതാവ് നോമ്പുകാരനാണ്, അവരുടെ ഭാഗം തളർന്ന് കിടപ്പിലാണ്. ഞാൻ അവരെ താങ്ങി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് മറ്റ് സ്വഹാബികള് കണ്ട് കളിയാക്കി വല്ലതും പറഞ്ഞാൽ എന്റെ ഉപ്പെങ്ങാനും അത് കേൾക്കുമോ? അത് ആലോചിച്ച് ഞാൻ കരഞ്ഞു പോയതാണ്, അത് ആലോചിച്ചാണ് ഞാൻ കരയുന്നത്. ഇത് കേട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാ, കടന്നു പോവുക, ബാങ്ക് കൊടുക്കാൻ ഇനിയും സമയമുണ്ടല്ലോ, വേഗം പോയി പിതാവിനെ കൊണ്ടുവരിക. ഉടനെ ആ സ്വഹാബി ഇറങ്ങി ഓടുകയാ.
ഉടനെ ആ സ്വഹാബി ഇറങ്ങി ഓടുകയാ. വീട്ടിലെത്തി പുതിയ വസ്ത്രം ഉപ്പയെ ധരിപ്പിച്ചോ. തന്നെ ചെറുപ്പത്തില് തോളിൽ ഏറ്റിയതുപോലെ ഉപ്പയെ തോളിൽ വെച്ച മസ്ജിദുൻ നബവി, മസ്ജിദുൻ നബവിയിലേക്ക് ഓടുകയാ. ബാപ്പ എന്നൊരു തണൽ മരത്തിൽ ചില്ല പിടിച്ചു ഞാൻ നടന്നുമല്ലേ, ത്യാഗം അറിയാനായി തുനിഞ്ഞ നേരം കലാമിൻ മഷി തീരെ മതി വന്നില്ല, കലാമിൻ മഷി തീരെ മതി വന്നില്ല. അങ്ങനെ അവർ മസ്ജിദുൻ നബവിയില് എത്തി ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലൊക്കെ എടുത്തു കൊടുക്കുകയാ. അതാ ബാങ്ക് വിളിക്കുന്നു. ഈ സമയം ആ സ്വഹാബിക്കാരൊക്കെ നല്ലവണ്ണം ചൗണ്ടി പഞ്ഞി രൂപത്തിലാക്കി പിതാവിന്റെ വായിലേക്ക് തന്റെ പിതാവിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ ആ പിതാവിന്റെ രണ്ട് കണ്ണിൽ നിന്നും ധാരാധാരമായി വെള്ളം ഒഴുകുകയാ, കണ്ണുനീര് ഒഴുകുകയാ. എന്നിട്ട് പറയുകയാണ്, മോനെ, ഉപ്പയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു മസ്ജിദുൻ നബവിയിൽ നിന്ന് ഒരു വട്ടമെങ്കിലും നോമ്പ് തുറക്കണമെന്ന്, ഒരു വട്ടമെങ്കിലും നോമ്പ് തുറക്കണമെന്ന്. അതറിഞ്ഞ് നീ എന്നെ സഹായിച്ചല്ല മോനെ. അല്ലാഹു നിനക്ക് നല്ല ആഫിയത്തുള്ള ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഒരു ദുആക്ക് വല്ല ഇജാബത്തുണ്ട്, ആ ദുആക്ക് വല്ലാത്ത ഇജാബത്തുണ്ട്. ഇത് മനസ്സിലാക്കി നമ്മളും പ്രായമായ മാതാപിതാക്കളെ അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അവരോട് അടുത്താല് നമുക്കും നല്ല വേണം അല്ലാഹു നൽകും. ഇത് മനസ്സിലാക്കാതെ നാം ജീവിച്ചാല് ആഖിറത്തിൽ വെച്ച് ഭയാനകരമായ നാം പേടിച്ച് വിറക്കുന്ന ഒരു സംഭവം വരാനുണ്ട് എന്ന് അല്ലാഹു നമ്മോട് പറയുകയാണ്. ഇൻഷാ അല്ലാഹ്. ഉപ്പയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്നെ കുറിച്ച് എന്താ പറയാത്തത് എന്ന് ഉമ്മയുടെ മനസ്സിലുണ്ടാകൂലേ? അതുകൊണ്ട് ഒറ്റ ചരിത്രം കൂടി പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. മദീനത്തെ പള്ളിയിൽ നിന്നും നിസ്കാരം കഴിഞ്ഞാൽ ഒരു സഹാബി നിസ്കാരം കഴിഞ്ഞാലുടനെ ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇറങ്ങി ഓടുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എങ്ങോട്ടാണ് ഉമാൻ ഇത്ര ധൃതി പിടിച്ച് എങ്ങോട്ടാ ഓടുന്നത്? നുഅ്മാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, യാ ഹബീബേ, എന്റെ വീടിനകത്ത് നിശ്ചലമായുന്ന അനങ്ങാൻ പോലും കഴിയാതെ എന്റെ ഉമ്മ കിടക്കുകയാണ് നബിയേ. അവരുടെ കാഷ്ടവും മൂത്രവും ഞാനാണ് എടുത്ത് വൃത്തിയാക്കുന്നത് നബിയേ. അവർക്ക് ആവശ്യമായ ഭക്ഷണം അവരുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നതും ഞാനാണ് യാ റസൂലല്ലാഹ്. ചില ആളുകൾ ഉപ്പയോടും ഉമ്മയോടും വലിയ സ്നേഹമൊക്കെ കാണിക്കും. എന്നാൽ ഇതുപോലുള്ള ഖിദ്മത്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ അവര് പിന്നിലായിരിക്കും. അതാ ഒരിക്കൽ നുഅ്മാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഓടിക്കിതച്ചു എന്ന് വരികയാണ്. ഇലാ ഹളറത്തി റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ വന്നിട്ട് പറഞ്ഞുകൊണ്ട് പൊട്ടി കരയുകയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്റെ ഉമ്മ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു പോയി യാ റസൂലല്ലാഹ്. സങ്കടമടക്കാനാവാതെയാണ് നുഅ്മാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ സംഭവങ്ങളെല്ലാം നേരത്തെ അറിയാമായിരുന്നു. ഏറ്റവും കൂടുതൽ ഉമ്മയെ സ്നേഹിച്ചത് നുഅ്മാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി അറിയാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഹ്റാജിന്റെ അന്ന് സ്വർഗവും നരകവും കണ്ട് തിരിച്ചു പോകുമ്പോ സ്വർഗത്തില്
സ്വർഗത്തിന്റെ ഭാഗത്ത് നിന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുകയാണ്. അതാരാണ് എനിക്ക് പരിചയമുള്ള ശബ്ദമാണല്ലോ, എനിക്ക് പരിചയമുള്ള ശബ്ദമാണല്ലോ. അതാരാണ്? ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാ, യാ റസൂലല്ലാഹ്, അത് ഉമാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്നവരുടെ ശബ്ദമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, യാ ജിബ്രീൽ, സ്വർഗത്തിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ മാത്രം എന്ത് പുണ്യമാണ് നുഅ്മാൻ ചെയ്തത്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, അവർ ഉമ്മയെ വല്ലാതെ അങ്ങ് സ്നേഹിച്ചതിന്റെ പേരിലാണ് സ്വർഗം കരസ്ഥമാക്കിയത്. യുടെ അരികിൽ വന്ന് പറയുകയാ, റസൂലുള്ളാഹ്, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി നബിയേ. പൊട്ടി പൊട്ടി കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ആശ്വാസപ്പെടുത്തുകയാണ്. എന്നിട്ട് അവൾ ഉമാൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്റെ കൂടെ മരണ വീട്ടിലേക്ക് പുറപ്പെടുകയാ. മറ്റ് സുഹാബത്തായ പെണ്ണുങ്ങള് മയ്യത്ത് കുളിപ്പിച്ചോ, കഫം ചെയ്തോ, പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ മയ്യത്ത് പള്ളിയിലേക്ക് എത്തി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകി. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതാ മയ്യത്ത് മസ്ജിദ് നബവിയിലെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ നുഅ്മാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ തോളില് ഉമ്മയുടെ ഒരു ഭാഗം പിടിച്ചോ പോകുകയാ. തന്റെ ചെറുപ്പത്തിൽ എന്റെ ഉമ്മ തോളിലേറ്റിയതുപോലെ തന്റെ ഉമ്മയെ തോളിലേറ്റി ഖബർസ്ഥാനിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഉമാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഓരോന്ന് പറയുകയാ. ഉമാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ഇന്നലെ വരെ എനിക്ക് കൂട്ടുകാരുണ്ടായിരുന്നു, എന്റെ ഉമ്മയും ഞാനും ഇന്ന് തനിച്ചായി. അങ്ങനെ ആ മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്തുകയാ. ആരും കൂട്ടിനില്ലാത്ത മണ്ണറക്കുള്ളിലേക്ക് ഇന്നലെ വരെ എനിക്ക് ഉമ്മയുണ്ടായിരുന്നു. ഇതാ രണ്ടുപേരും വേറിട്ട് പോവുകയാ. തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് തളരാതെ പിടിച്ചു നിൽക്കുകയായിരുന്നു ഉമാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. എന്നാൽ എത്ര ശക്തിയുള്ളവനായാലും എത്ര തളരാതെ പിടിച്ചു നിന്നാലും ഈ ഒരു സമയം നമുക്കും വരാറില്ലേ മുഅ്മിനേ? തലയുടെ അവസാന മുടകല്ല് വെക്കുമ്പോൾ അത് തന്റെ പ്രിയപ്പെട്ട ഉമ്മയായിരിക്കാം, അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട പിതാവായിരിക്കാം, താൻ താലോലിച്ച് വളർത്തിയ തന്റെ പിഞ്ചുകുഞ്ഞായിരിക്കാം. നമുക്ക് വേണ്ടപ്പെട്ട ആരോ ആണ് കിടക്കുന്നതെങ്കിലും അവസാനത്തെ മൂടുകല്ല് വെക്കുന്ന രംഗം കണ്ടുപോയാൽ കരയാതിരിക്കുമോ മുഅ്മിനേ? സങ്കടം വരാതിരിക്കുമോ മുഅ്മിനേ? منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى. ഇവിടെയും അതാണ് സംഭവിക്കുന്നത്. എല്ലാവരും മൂന്നുപടി മണ്ണ് വാരിയിട്ട് കബറ് മൂടി കഴിഞ്ഞപ്പോഴേക്കും നുഅ്മാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങള് വീണുപോയി, ബോധം വിട്ട് വീണുപോയി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ താങ്ങി പിടിക്കുകയാണ്. എന്നിട്ട് മയ്യത്തിന് വേണ്ടിയുള്ള ദുആക്ക് ശേഷം എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ ഖബറിനെ ചാരി നിന്നുകൊണ്ട് നുഅ്മാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാ,
എന്റെ ജീവിതത്തില് ഓരോ നിമിഷവും എന്റെ ഉമ്മാക്ക് വേണ്ടിയാണ് ഞാൻ ചിലവഴിച്ചത്. അല്ലാ, എന്റെ ഉമ്മ ഒന്ന് ചിരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു. അവളുടെ സന്തോഷം എന്റെയും സന്തോഷമായിരുന്നു. എന്റെ ഉമ്മ ഈ ഖബറിൽ സന്തോഷത്തിലാണെന്നറിയാതെ ഞാനിവിടെ നിന്നും പോകില്ല അല്ലാ, ഞാനിവിടെ നിന്നും പോകില്ല അല്ലാ. അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. പറയുകയാ, തങ്ങളുടെ കരച്ചിലും എന്റെ കൂടെ വന്ന സ്വഹാബികൾ പറയുകയാ, തങ്ങളുടെ കരച്ചിലും പറച്ചിലും കണ്ടാൽ മദീനയിലുള്ള ഭ്രാന്തന്മാരെ പോലെയായിരുന്നു എന്ന്. അതാ ബഹുമാനപ്പെട്ട തങ്ങളുടെ ബോധം പോവുകയാ. ഈ സമയം ഒരു സ്വപ്നം കാണുകയാ. ഉമ്മ വന്ന് പറയുകയാ, മോനെ, ഉമ്മയുടെ കുട്ടി നീ കരയല്ലേ, ഉമ്മ സ്വർഗത്തിലാണ് മോനെ, ഉമ്മ സന്തോഷത്തിലാണ് മോനെ, ഉമ്മയുടെ കുട്ടി നീ കരയല്ലേ മോനെ. മാത്രമല്ല എന്റെ കൂടെ സ്വർഗത്തിൽ നീയും ഉണ്ടടാ, എന്റെ കൂടെ സ്വർഗത്തിൽ നീയും ഉണ്ട് മോനെ. ഇങ്ങനെ ഒരു ഭാഗ്യം നമുക്കും വേണ്ടേ മുഅ്മിനേ, ഇങ്ങനെ ഒരു ഭാഗ്യം നമുക്കും വേണ്ടേ മുഅ്മിനേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പായി ഇവിടെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. മുഹമ്മദ് ഷായിർ തൃശ്ശൂര് ഈ മജ്‌ലിസിന് വേണ്ടി സംഭാവന ചെയ്തു. കണ്ണിന് കാഴ്ചയില്ല, കിഴണിക്ക് രോഗമാണ്. അദ്ദേഹം എല്ലാ പ്രാവശ്യവും ഈ മജ്‌ലിസിന് സഹകരിക്കുന്ന വ്യക്തിയാണ്. ഈ പ്രാവശ്യം അദ്ദേഹത്തിന് ഈ മജ്‌ലിസിൽ എത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യവും ആഫിയത്തും അല്ലാഹുവേ, അദ്ദേഹത്തിന് ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹുവേ. അദ്ദേഹത്തിന്റെ രോഗങ്ങളെല്ലാം പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണേ അല്ലാഹുവേ. അദ്ദേഹത്തിന്റെ എല്ലാ മാറാവ്യാധി രോഗങ്ങളും അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ പിടിപെട്ട എല്ലാ രോഗങ്ങളും ഈ മജ്‌ലിസിന്റെ എന്റെ മഹാത്മാക്കളുടെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ രോഗങ്ങളെല്ലാം പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഹംസ ഇല്ലിക്കല് പള്ളിക്കൽ മാന്യമായി അദ്ദേഹത്തിന് വലിയ മാരകമായ രോഗമാണ്. ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ രോഗമാണ്. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ രോഗങ്ങളിലും അദ്ദേഹത്തിന്റെ രോഗം എന്തായാലും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണേ അല്ലാഹുവേ. അദ്ദേഹത്തിന്റെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ പെട്ടെന്ന് ശിഫയാക്കി നിന്റെ തോയത്തിലായി ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം നൽകണേ ആയിഷ കാവുങ്ങപ്പാൽ, ആ ഉമ്മാക്ക് വലിയ മാനസിക പ്രശ്നങ്ങളുണ്ട്. അവര് പരിഹരിച്ചു കൊടുക്കണേ സമാധാനം കൊടുക്കണേ അല്ലാഹുവേ. ജീവിതത്തിന് സന്തോഷവും ഏറ്റി നൽകണേ അല്ലാഹുവേ. അവർക്ക് സമാധാനം നൽകണേ സന്തോഷം നൽകണേ അവരുടെ കുടുംബങ്ങളിൽ റാഹത്ത് ഐക്യവും ഇണക്കവും ഏറ്റി നൽകണേ ചറാളകുണ്ടി പ്രത്യേകമായി ദുആ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ബിസിനസ്സിലെ ബർക്കത്ത് നൽകുകയും അദ്ദേഹത്തിന് ആരോഗ്യവും ആഫിയത്തും നൽകണേ, പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളിലെ പുരോഗതി വർദ്ധിപ്പിക്കണേ ബർക്കത്ത് നൽകണേ അല്ലാഹുവേ. അദ്ദേഹത്തിന് നല്ല ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ പ്രത്യേകമായി ദുആ ചെയ്യാൻ കൽപ്പിച്ചവരുണ്ട്.
അദ്ദേഹത്തിന്റെ അതുപോലെ ഗഫൂർ മുണ്ടംപറമ്പ് ഇവർ മാറ്റി വെച്ചു. അൽഹംദുലില്ലാഹ് ഇപ്പോൾ സുഖത്തിലാണ്, സന്തോഷത്തിലാണ്. അല്ലാഹുവേ അവരുടെ എല്ലാ ദുഃഖങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹുവേ. അവർക്ക് നല്ല ആഫിയത്തുള്ള ആരോഗ്യവും ദീർഘായുസ്സും ഏറ്റി നൽകണേ അല്ലാഹുവേ. എന്റെ മഹാത്മാക്കളുടെ കാവൽ നൽകണേ അങ്ങനെ ഒരുപാട് പേര് വായിക്കാനുണ്ട്. പക്ഷേ സമയം അനുവദിക്കാത്തത് കാരണം സമയം അനുവദിക്കാത്തത് കാരണം നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. അതിനു മുമ്പായി ഇടയിലേക്ക് ഭക്ഷണം വരും. നമ്മുടെ ശ്രദ്ധ ഭക്ഷണത്തിലേക്ക് മാത്രമാവരുത്. ഭക്ഷണത്തിലേക്ക് ആയാല് എന്തിനാണ് നമ്മൾ ആമീൻ പറയുന്നത് അറിയില്ല, അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. ഒരിക്കല് ഞാൻ ഒരു മജ്‌ലിസിൽ എടുക്കുമ്പോൾ ഒരു ഉസ്താദ് ദുആ ചെയ്യാം, അല്ലാഹുവേ മരിച്ചവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ് എന്ന് പറഞ്ഞപ്പോ അതിനെല്ലാവരും ഉറക്കനെ ആമീൻ പറഞ്ഞു. അതുപോലെ യാവരുത് നമ്മുടെ മജ്‌ലിസ്. അതിനു മുമ്പായിട്ട് എല്ലാവരും ഫാത്തിഹ ഓതുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد.
بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണത്തിലേക്ക് ആകരുത്, എന്നാൽ അതിലേക്കും വേണം ശ്രദ്ധ. വേണ്ടെന്നല്ല, പ്രത്യേകിച്ച് ദുആയിലേക്ക് ശ്രദ്ധ കൊടുക്കുക. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافع نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمدا. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به القضاء وتنفرج به الكربا وتقضى بالهوائج وتنال بالرائب ويسر الحوادث ويستسقى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم اوسع ثواب ما كرهناه هذه هدية واصلة ورحمة عزيلة وبركة شاملة مقبولة مرضية أفضل منا إلى روح نبينا وحبيبنا محمد صلى الله عليه وسلم. ഖലിഖായ കരുണക്കടലായ ഖലിയുൽ ഖയ്യൂമായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇവിടെ നടത്തിയ മൗലിദ് പാരായണം, മജ്ലിസിനോട് സ്വലാത്ത്, യാസീന്, ഇസ്തിഗ്ഫാർ എല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. പോരായ്മകൾ പരിഹരിച്ച് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ അറിഞ്ഞറിയാതെ
അറിയാതെയോ വന്നുപോയ എല്ലാ ദോഷങ്ങളും ഈ മജ്‌ലിസ് കാരണമാക്കി പുറത്തു തരണേ അല്ലാ. പഠിച്ചവനെ എന്റെ മഹാത്മാക്കളെ പിൻപറ്റി ജീവിച്ചു മരിക്കാൻ ഇതൊരു മുതൽകൂട്ടാക്കി തരണേ അല്ലാ. പഠിച്ചവനെ എന്റെ മഹാത്മാക്കളെ പിൻപറ്റി ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. കാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാ, ഞങ്ങളുടെ മജ്‌ലിസിന് ഞങ്ങളുടെ ഈമാനിന് ശക്തി നൽകണേ റബ്ബേ, ക്ഷമ നൽകണേ അല്ലാ. അസാബുകളിൽ നിന്നും മാറ്റി നിർത്തണേ അല്ലാ. മദീനയിൽ പോകാനും മുത്തുനബിയോട് സലാം പറയാനും ഒരു ഹജ്ജും ഉംറയും ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാ. അതിനായി സാമ്പത്തിക തടസ്സം നീക്കി തരണേ റഹ്മാനേ. ശാരീരിക ബുദ്ധിമുട്ട് നിയമ തടസ്സമെല്ലാം ഒഴിവാക്കി തരണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അല്ലാ. എന്തുദ്ദേശമാണെങ്കിലും അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളുടെ മുത്താണ്, ആ മുത്ത് അങ്ങ് മദീനയിലാണ്. അവിടുത്തെ സ്നേഹം കിട്ടണമെങ്കിൽ നീ കനിയണം, നിന്റെ ഔദാര്യം വേണം, അത് ഞങ്ങളിൽ കനിയണേ റബ്ബേ. അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനേ. പഠിച്ചവനെ ഈ പാതിരാക്കടുത്ത സമയം ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരും എന്റെ കരുണ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് അല്ലാ. അല്ലാഹുവേ, എന്റെ കരുണ പ്രതീക്ഷിച്ചാണ് ഇത് കൈകളും കാലുകളും ശരീരങ്ങളും നിന്നിലേക്ക് ഉയർത്തുന്നത് റഹ്മാനേ. ഇത് കാണാതിരിക്കല്ല റബ്ബേ, ഈ കരങ്ങളെ തള്ളി മാറ്റല്ല അല്ലാ, നീ തള്ളി മാറ്റല്ല റഹ്മാനേ. ഈ മജ്‌ലിസ് ഇവിടെ ഒരുക്കി തന്ന എന്റെ പിതാവ്, അവർക്ക് ആരോഗ്യവും ദീർഘായുസ്സും ഏറ്റി നൽകണേ അല്ലാ. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും ഏറ്റി നൽകണേ അല്ലാ. മാറാവ്യാധി രോഗങ്ങളെ കൊണ്ട് അവയെ ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനേ. പഠിച്ചവനെ ഈ മജ്‌ലിസുമായി സഹായിച്ച ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ബാപ്പു ഹാജി, ഉണ്ണി മുഹമ്മദ് ഹാജി, എന്റെ കൂട്ടുകുടുംബങ്ങള്, അയൽവാസികളെ, നാട്ടുകാർ, അവരുടെയൊക്കെ മനസ്സുകളിൽ എന്തുദ്ദേശമാണോ എന്ന് നിനക്ക് മാത്രമാണല്ലോ റബ്ബേ അറിയുക. അതറിഞ്ഞ് നീ സഹായിക്കണേ അല്ലാ. അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ. അതറിഞ്ഞ് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നീ ഏറ്റി നൽകണേ അല്ലാ. എന്റെ മഹാത്മാക്കളുടെ കാവൽ നൽകണേ റബ്ബേ. അല്ലാഹുവേ, എന്റെ മഹാത്മാക്കളുടെ കാവൽ നൽകണേ അല്ലാ. പടച്ചവനെ, മാറാവ്യാധി രോഗങ്ങള് തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല റബ്ബേ. ക്യാൻസർ തന്ന് പരീക്ഷിക്കല്ല അല്ലാ. ട്യൂമർ തന്ന് പരീക്ഷിക്കല്ല റഹ്മാനേ. കിഡ്നി സംബന്ധമായ ഒരു രോഗവും തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. പടച്ചവനെ, ജീവിതത്തിലും മരണപ്പെട്ടാലും ഞങ്ങളുടെ ശരീരം കീറി മുറിക്കുന്ന അവസ്ഥ വരുത്തല്ല അല്ലാ. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസ്ഥ ഞങ്ങളുടെ ശരീരത്തിൽ വരുത്തല്ല അല്ലാ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ. അപകട മരണത്തെ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ. പടച്ചവനെ, ജീവിതത്തിലും അല്ലാഹുവേ മാനസികമായ രോഗങ്ങൾ തരല്ല റബ്ബേ. മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ നീ തളർത്തല്ല റബ്ബേ, ഞങ്ങളെ നീ തളർത്തല്ല അല്ലാ. ഞങ്ങൾക്കുള്ള രോഗങ്ങളൊക്കെയും ഈ മജ്‌ലിസ് കാരണമാക്കി ശിഫാ നൽകണേ അല്ലാ. എന്റെ മഹാത്മാക്കളുടെ കാവൽ നൽകണേ അല്ലാ. അല്ലാഹുവേ, എന്റെ മഹാത്മാക്കളുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്‌ലിസ് കാരണമാക്കി ഞങ്ങളുടെ ശരീരങ്ങളിൽ എന്ത് രോഗങ്ങളുണ്ടെങ്കിലും അതൊക്കെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. നീതിമാനായ അല്ലാ, ഈ മജ്‌ലിസുമായി സഹായിച്ച എല്ലാവർക്കും രോഗങ്ങള്, കടങ്ങൾ, മറ്റെന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എല്ലാത്തിനും പരിഹാരം നൽകണേ അല്ലാ.
എല്ലാത്തിനും പരിഹാരം എന്നിലുണ്ടല്ലോ റഹ്മാനെ, പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കടക്കാരായി ഞങ്ങൾ മരിപ്പിക്കല്ലേ അല്ലാ. ഈമാനില്ലാത്ത മരണവും ജീവിതവും ഞങ്ങൾക്ക് തരല്ല റബ്ബേ. അല്ലാഹുവേ ജീവിക്കുന്ന കാലത്തോളം അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ച് നിന്റെ തോയത്തിലായി ജീവിച്ച് മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദുമായി ഉറക്കനെ ഉച്ചരിച്ചിട്ടല്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ കൃത്യമായി നിസ്കരിക്കാനും നിന്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് ജീവിക്കാനും ആരോഗ്യവും ആഫിയത്തും ഏറ്റി നൽകണേ റഹ്മാനേ. അല്ലാഹുവേ നിന്നെ കുറിച്ചുള്ള അറിവും നിന്റെ നിയമങ്ങളെ കുറിച്ച് അറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ബുദ്ധിയും വിവേകവും നൽകണേ അല്ലാ. ബുദ്ധിയും വിവേകവും പ്രദാനം ചെയ്യണേ അല്ലാ. പടച്ചവനെ പടച്ചവനെ നീ ഞങ്ങൾക്ക് ഒരുക്കി തന്ന വീട് ഖബറാണ്. അതിൽ സമാധാനം നിന്റെ ഔദാര്യമാണ്. അത് ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹുവേ അത് ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലത കൂട്ടണേ അല്ലാ. അല്ലാഹുവേ ഖബർ വെളിച്ചം കൊണ്ട് നിറക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ ഖബർ നീ ഇടുക്കല്ല അല്ലാ. ഞങ്ങളെ ഖബറിൽ വെച്ച് നീ നെരുക്കല്ല റഹ്മാനേ. പടച്ചവനെ ഖബറിലുള്ള അദാബിനെ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ ചോദ്യങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ സിറാത്ത് പാലം ഇടിമിന്നൽ വേഗത്തിൽ കടന്നു പോകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ നരകത്തെ തൊട്ട് റാമാക്കിയുള്ള കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ സ്വർഗ്ഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് നീ തുറന്ന് കാണിക്കണേ റഹ്മാനേ. അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്നു പോകുന്ന മജ്ലിസാക്കണേ അല്ലാ. ഞങ്ങൾ ഓരോരുത്തരുടെ വീടുകളിൽ നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരുന്ന വീടാക്കണേ അല്ലാ. പടച്ചവനെ ഇവിടെ എല്ലാവരുടെയും കുടുംബങ്ങളെ ഐക്യവും ഇണക്കവും നീ നൽകണേ അല്ലാ. ഒരുമ നൽകണേ അല്ലാ. പടച്ചവനെ ദുനിയാവിലും ഖബറിലും ആഖിറത്തിലും ഇങ്ങനെ 3 കടവുകളാണല്ലോ നീ ഞങ്ങൾക്ക് പരീക്ഷയായി തന്നത്. അതിലെല്ലാം വിജയിക്കുക എന്നത് ഈ സാധുക്കളെ സംബന്ധിച്ച് കഴിയാത്തതാണ് റഹ്മാനേ. യാ അല്ലാഹ് ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം പോരായ്മയിലാണ് പടച്ചവനെ. വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വിജയികളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. മനുഷ്യ വിഭാഗം നന്ദിയില്ലാത്തവരാ, അതിൽ പിശുക്കന്മാരാണ് റഹ്മാനേ. അതിന്റെ ഒരു തെളിവാണ് ഒരു നായ ഒരു നായയെ ഒരു യജമാനനെ വളർത്തുന്നു. അനുസരണയോട് നായ വാലാട്ടി കൊടുക്കുന്നു. ഒരിക്കൽ ചെറിയൊരു അനുസരണക്കേട് കാണിച്ചതിന്റെ പേരിൽ യജമാനന് നായയെ അടിക്കുന്നു. കൈകാലുകൾ മുറിക്കുന്നു. ദൂരേക്ക് വലിച്ചെറിയുന്നു. പിന്നീട് കുറ്റബോധം തോന്നിയ യജമാനൻ അതുവഴി വന്നപ്പോൾ യാ അല്ലാഹ് ആ യജമാനൻ ആ നായക്കിട്ട പേര് വിളിക്കുകയാ. ആ യജമാനൻ ആ നായക്കിട്ട പേര് വിളിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അതിന്റെ സർവ്വവേദനകളും മറന്ന് ഇഴഞ്ഞിഴഞ്ഞ് യജമാനന്റെ അടുത്തേക്ക് ആ നായ തന്റെ വാലാട്ടി വരുന്നത് ഓർക്കുമ്പോ പടച്ചവനെ എന്തേ ഞങ്ങൾക്ക് ആ ബുദ്ധി തന്നില്ല, വിവേകമുണ്ടായിട്ടും അത് പ്രയോജനത്തിൽ വരുത്തുന്നില്ല അല്ലാഹ്. കാലിൽ മുള്ള കുത്തുമ്പോഴേക്കും നന്ദിയില്ലാത്തവരായി മനുഷ്യരാ
മാറുമ്പോ നീ വാരിക്കൊടുക്കുന്ന സമ്പത്ത് എങ്ങനെ ചിലവഴിക്കണമെന്നറിയാത്തവർ പടച്ചവനെ നിന്റെ അദാബ് കൊണ്ട് നീ പരീക്ഷിക്കും. ആ വിഭാഗക്കാരിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്, വേദന തന്ന് പരീക്ഷിക്കല്ല റബ്ബേ. പടച്ചവനെ കുട്ടികളില്ലാത്തവർ കുട്ടികളുണ്ടായിട്ടും സമാധാനമില്ലാതെ ഭാര്യയുടെ ദുസ്വഭാവം, ഭർത്താക്കന്മാരുടെ ദുസ്വഭാവം, കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ ജോലികളിലും ബിസിനസ്സുകളിലും ബർക്കത്തില്ലാതെ ഇങ്ങനെ 100 പ്രശ്നങ്ങള് ഞങ്ങൾ അലട്ടുമ്പോൾ എങ്ങനെയാ നിന്റെ പരീക്ഷകളിൽ ഞങ്ങൾ വിജയിക്കുക? അല്ലാഹ്, നിന്റെ കനിവ് കൂടെ ഉണ്ടെങ്കിൽ അല്ലാതെ രക്ഷയുമില്ല റബ്ബേ. അതിനു വേണ്ടിയാണ് എല്ലാം സഹിച്ച് കഷ്ടപ്പെട്ട് ഈ മജ്‌ലിസ് തയ്യാറാക്കിയതും ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതും. യാ അല്ലാഹ്, കാരുണ്യത്തിന്റെ നോട്ടം നോക്കണേ അല്ലാഹ്. പടച്ചവനെ കടങ്ങളെ കൊണ്ട് പൊറുതി മുട്ടിയവരുണ്ടല്ലോ അല്ലാഹ്, മനസ്സിന് സമാധാനമില്ലാത്തവരുണ്ട്, പരിഹാരം ഉണ്ടല്ലോ അല്ലാഹ്, പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ മാതാപിതാക്കള്, ഞങ്ങൾക്ക് അറിവ് നൽകുന്ന ഉസ്താദുമാര്, ഞങ്ങൾ ദീനീ വളർച്ചക്കായി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ യുവാക്കള്, ഉസ്താദുമാര്, മുതഅല്ലിമീങ്ങൾ, പ്രത്യേകിച്ച് ഈ മജ്‌ലിസില് പങ്കെടുത്ത ഉസ്താദ് ഫളിൽ നിസാമി, നൂറുദ്ദീൻ യമാനി, ജബ്ബാർ ഫൈസി തുടങ്ങിയ എന്റെ അളാപ്പ മൊയ്തീൻ കുട്ടി ഹാരിമി, എന്റെ കൂടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കള്, എന്റെ ഉസ്താദ് നദീർ ഫൈസി, അതുപോലെ സിയാസിയമാനി ശിബിൽ ചെറുകോട്, അതുപോലെ അറിവ് സംബന്ധമായി സഹായിച്ചവര്, സഹകരിച്ചവര്, അതുപോലെ പന്തല് കെട്ടിയവർ, ഇതുപോലെ ഇതിനു വേണ്ടി വിറക് സംഭാവന ചെയ്തവരെ, ഈ മജ്‌ലിസിന്റെ സുഗന്ധം അതിനാവശ്യമായ സാധനം തന്ന ആളാ അല്ലാഹുവേ. ഇവരെയൊക്കെ പ്രത്യേകമായി പരിഗണിക്കണേ അല്ലാഹ്, ഇവരെയൊക്കെ പ്രത്യേകമായി പരിഗണിക്കണേ റഹ്മാനേ. അതുപോലെ ഈ മജ്‌ലിസിൽ പങ്കെടുത്തവരാ ദുആ വസിയത്ത് ചെയ്ത എല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഫലസ്തീനിൽ എത്രയെത്ര പിഞ്ചുമക്കളാണ് മരിച്ചു വീണത് റഹ്മാനെ. ഷഹീദിന്റെ പദവി നൽകണേ അല്ലാഹ്. എത്രയെത്ര പിഞ്ചുമക്കളാണ്, ഉപ്പയെവിടെ, ഉമ്മയെവിടെ, കൂട്ടുകുടുംബമെവിടെ, കഴിക്കാൻ ഭക്ഷണമെവിടെ, വെള്ളമെവിടെ, പട്ടിണി കിടന്ന് വാവിട്ടൊന്നുറക്കെ കറിയാൻ പോലും കഴിയാതെ വയറ്റത്തെ കല്ല് വെച്ച് കെട്ടിയിട്ടാണ് കഴിഞ്ഞുകൂടുമ്പോൾ എന്താണ് അവിടെ പരിഹാരം നൽകാത്തത് അല്ലാഹ്? എന്താണ് അവിടെ പരിഹാരം കാണാത്തത് റഹ്മാനേ? അല്ലാഹുവേ, സഹിക്കാനാകുമോ അല്ലാഹുവേ? മനുഷ്യത്വമുള്ളവർക്ക് കണ്ടു നിൽക്കാനാകുമോ അല്ലാഹുവേ? അവർക്ക് സമാധാനം നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, അവരുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ നാടുകളും വീടുകളും സമാധാനവും സന്തോഷവും ബർക്കത്തും നൽകണേ അല്ലാഹ്. വിദേശങ്ങളിൽ ജോലിക്ക് പോയവർ, നാട്ടിലെ ജോലി ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവരുടെ ബർക്കത്തും കാവലും നൽകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ പിച്ചക്കാരാക്കല്ലേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ പിച്ചക്കാരാക്കല്ലേ റഹ്മാനേ. യാചകരാക്കല്ലേ അല്ലാഹ്, യാചകരാക്കല്ലേ റഹ്മാനേ. വീടില്ലാതെ വിഷമിക്കുന്നവര്, വാടക വീടുകളിൽ താമസിക്കുന്നവര്, മാളിക കൊട്ടാരങ്ങളിൽ താമസിക്കുന്നവര്, എല്ലാവർക്കും ഒറ്റ ലക്ഷ്യം മാത്രമാണ്, മരണം, ഖബറ്, ആഖിറം നന്നാവണം. പടച്ചവനേ, നീ വിചാരിച്ചാലല്ലാതെ ഒരു രക്ഷയുമില്ല അല്ലാഹ്. അതിനാണ് ഇരു കൈകളും മുന്നിലേക്ക് ഉയർത്തി പറയുന്നത്, ഞങ്ങൾ സമാധാനം കൊണ്ട് അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത്
റാഹത്ത് നൽകണേ അല്ലാ. ഒരുപാട് മുസ്ലിം സഹോദരിമാര് ഈ മജ്ലിസുമായി സഹകരിച്ചോ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവിടെ എല്ലാ നല്ല മുറാദുകളും പൂർത്തീകരിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മഹലുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും നാടുകളിൽ നിന്നും പലരും ഇന്നാരടി മണ്ണിലാണ്. അവർക്ക് നീയല്ലാതെ ആരുണ്ട് റബ്ബേ. അവർക്ക് സഹായത്തിന് നീ മാത്രമാണ് അല്ലാ. അവർ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾ അവർക്ക് കൂട്ടുകാരായി വരുത്തണേ അല്ലാ. അവരിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും പുറത്തു മുത്തുനബിയുടെ ശഫാഅത്തില് ഖിയാമത്ത് നാൾ വരെ അവരെ സന്തോഷിപ്പിക്കണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മർഹമത്ത് നൽകണേ അല്ലാ. കൂട്ടത്തിൽ ഞങ്ങൾക്കും സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. ഖബർ വിശാലമാക്കി തരണേ അല്ലാ. മുത്തുനബിയുടെ ശഫാഅത്ത് നൽകണേ റബ്ബേ. ഒരുപാട് പരാതി നിന്നോട് പറയാനുണ്ട്. ഒരുപാട് പരാതി നിന്നോട് പറഞ്ഞു. അത് ഒഴിവാക്കി മടക്കല്ല അല്ലാ. അത് ഒഴിവാക്കി മടക്കല്ല റഹ്മാനേ. ഇരു കൈകളെ തള്ളി മാറ്റല്ല അല്ലാ. മാശറിൽ വിചാരണയില്ലാതെ ഒരു വിഭാഗം നിന്റെ സ്വർഗത്തില് പ്രവേശിക്കുമെങ്കിൽ അവരുടെ കൈപിടിച്ചെങ്കിലും ഇവിടെ കൂടിയവരെയും ഞങ്ങളെയും കൂട്ടുകുടുംബങ്ങളെയും അങ്ങോട്ട് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകൈകളാൽ മതിവരുവോളം ഹൗദുൽ കൗസർ വാങ്ങി കൊടുക്കാനുള്ള ഭാഗ്യം ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടി എല്ലാവർക്കും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുവേ, അർശിന്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തില് ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ എന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ചിരിക്കാൻ അനുവദിക്കണേ അല്ലാ. ഞങ്ങൾ ഒരുമിച്ചിരിക്കാൻ അനുവദിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب سامع. اللهم اقض حاجاتنا يا قاضي الحاجات. اللهم اشف أمراضنا يا شافي الأمراض. اللهم ادفع بلياتنا يا دافع البليات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. بفضلك صلى الله على محمد صلى الله عليه وسلم. 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 اللهم صل على محمد يا رب صل عليه وسلم. واخر دعوانا الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. السلام عليكم ورحمة الله وبركاته.